ഈ ഫസ്റ്റ് പാടിയപ്പോ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഹൗ യു ഗോട്ട് ദ ചാൻസ്? എങ്ങനെ അത് പാടി? ആ ഒരു ഫിയർ, ഇപ്പത്തെ പിള്ളേരൊക്കെ സ്റ്റേജ് വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫിയർ ആയിരുന്നോ അന്ന്? സ്റ്റേജ് ഫിയർ ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞു പോയതല്ല, നമ്മളെ അവിടെ കൊണ്ട് നിർത്തിയതാ. അതുകൊണ്ട് ആ ഫിയർ ഇല്ല. കാരണം നമ്മൾ പോകുന്നു, ഒരു സംഭവം ചെയ്യാൻ ചെയ്യുന്നു. അപ്പൊ ആ മൈൻഡിൽ അങ്ങനത്തെ ഒരു ഫിയർ ഇല്ല. ബട്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു ടൈമുണ്ട്. അതായത് നമ്മൾ കുറെ സ്റ്റേജിലൊക്കെ പാടുന്നുവെങ്കിലും ആദ്യമായിട്ട് എനിക്കൊരു സിനിമയിൽ പാടണം എന്ന് പറഞ്ഞ് ഇട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ സിനിമയിൽ പാടാൻ പറ്റുമോ? കാരണം സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഒരു എനർജിയാണ്. നമ്മൾ വലിയ സ്ക്രീനിൽ കാണുന്നു, ആക്ടേഴ്സ്, പാട്ട് ഒക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മ്യൂസിഷ്യൻസ് പറഞ്ഞിരുന്നു, നിങ്ങൾ പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് കാസറ്റിലോ CD-യിലോ ഒക്കെ ആക്കിയിട്ട് അത് കൊടുക്കൂ, എല്ലാ വോയിസ് ടെസ്റ്റ് പോലെയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ വോയിസ് ടെസ്റ്റ് അലൗ ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പം ഞാനും അച്ഛനും കൂടി ചെന്നൈ മുഴുവനും നടന്ന് കുറേ സ്റ്റുഡിയോസിൽ ഇതുപോലെ പല ടൈപ്പ് സോങ്സ്, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, അറബിക്, ഇങ്ങനെ പലതൊക്കെ പാടിയിട്ട് ഒരു ഇതിലാക്കി. നമ്മുടെ ഒരു വേഴ്സിറ്റാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പം ഇതെല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്റ്റുഡിയോസിലും കൊടുത്തു. അപ്പം അവരൊക്കെ വിളിക്കുന്നു വിചാരിച്ചു. പക്ഷെ ആരും നമുക്ക് വിളിയൊന്നും വന്നില്ല. കാരണം അത് ജസ്റ്റ് ഒരു സേയിങ് അല്ല, ആരും ഇരുന്ന് കേൾക്കാനൊന്നും പോകുന്നില്ല. അപ്പം നമ്മൾ പോയി ഇത് കൊടുത്തു. അപ്പം വല്ലാണ്ട് ഇങ്ങനെ വിഷമിച്ച് ഇരുന്ന ഒരു ടൈമൊക്കെ ഉണ്ട്. ബട്ട് പല മാജിക്കൽ മൂമെന്റ്സ് പോലെയാണ് ഓരോ സോങ്സും എനിക്ക് വന്നത്. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത മൊമെന്റ്സിലൊക്കെയാണ്. ഇപ്പം ഞാൻ എപ്പോഴും അതിശയിച്ച് ചിന്തിച്ചത് രവീന്ദ്ര മാസ്റ്ററുടെ ഒക്കെ പാട്ടുകൾ ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നോ പാടാൻ പറ്റുന്നോ വിചാരിച്ചതാണ്. ഓഫ്കോഴ്സ് ഞാനൊരു TV പ്രോഗ്രാമിൽ ഒരു പാട്ട് ചുമ്മാ പാടി. അപ്പൊ ഇത് ടെലികാസ്റ്റ് ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞു. അന്നൊന്നും നമുക്ക് ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. നമുക്ക് അവരെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം പോലും ഇല്ല. അപ്പൊ ഇത് TV-യിൽ വരുമ്പോൾ ഞാൻ മനസ്സുകൊണ്ടിങ്ങനെ ഇത് രവീന്ദ്ര മാഷെ കണ്ടിരുന്നെങ്കിൽ ഒരു വോയിസ് ടെസ്റ്റിന് എനിക്ക് പോകാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ ഈ പാട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് ഫസ്റ്റ് കോൾ വരുന്ന രവീന്ദ്ര മാഷെ. എനിക്ക് ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ സംഭവിച്ചു. ശരിക്കും പേടിച്ചു, എന്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞുള്ളി നോക്കുന്നു. അല്ലെ, എനിക്ക് വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല. എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ അത് എങ്ങനെയാ സംഭവിച്ചു എന്നുള്ളത്. ദൈവം കേട്ടിട്ടുണ്ടാവോ? ദൈവം കേൾക്കാതെ വേറെ ഒരു വഴിയില്ല, ആരും റെക്കമെൻഡേഷൻ ഇല്ല അവിടെ. ഇല്ല. എന്നോട് ഞാൻ രവീന്ദ്ര മാഷാണ് മോളെ, രവി അങ്കിളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. ഞാൻ കിളി പോയ അവസ്ഥയിൽ വിശ്വസിക്കാൻ പറ്റുന്നോ എന്നെയോ ഇപ്പോഴോ? അപ്പൊ അങ്ങനെ കുറെ എക്സ്പീരിയൻസ്. ഇപ്പൊ രാജാ സാറിന്റെ അടുത്ത് പാടിയതായാലും. ഒരു മ്യൂസിക്കിനെ കുറിച്ച് നല്ല അറിവുണ്ട് മഞ്ജുരയ്ക്ക്. ഗസൽ അറിയാം, കർണാട്ടിക് അറിയാം, ഹിന്ദുസ്ഥാനി അറിയാം. ഇതിനെ കുറിച്ച് എല്ലാം നല്ല അറിവുള്ള ഒരു വ്യക്തിക്ക് ഫ്യൂച്ചർ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഡയറക്ഷൻ? ചേച്ചി, ഞാൻ ആക്ച്വലി മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫിലിമില് ഞാൻ ആണ് എന്ന് പറഞ്ഞ ഒരു സിനിമ, അത് IFFK-ലൊക്കെ വന്ന പടാണ്. അപ്പം അങ്ങനത്തെ ഒരു മൂവിയാണ്. സജിത മഠത്തിലാണ് അത് എഴുതിയത്. അവരും നമിത പ്രമോദുമാണ് അഭിനയിച്ചത്. സിദ്ധാർത്ഥ് ശിവയാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ ഞാൻ അതിലൊരു പാട്ടേ ഉള്ളൂ അതില്. അതേപോലെ ഫെസ്റ്റിവൽ മാത്രം വന്നൊരു സംഭവമാണ്. അപ്പൊ ആ മൂവി അതിലൊരു പാട്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതും കൂടി ഞാൻ ചെയ്തു. ആ മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ചെയ്തു. അപ്പൊ അതെനിക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ എന്തുമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് ഐ ഗോട്ട് ടു നോ. അപ്പൊ മനസ്സിലായി ത്രൂ എക്സ്പീരിയൻസ്. അപ്പം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി. അതല്ലാതെ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗസലുകൾ ഞാൻ 4 ഗസൽ കമ്പോസ് ചെയ്തിട്ട് ഹിന്ദിയിൽ അവർക്ക് വേണ്ടിയിട്ട് വേറൊരു ചാനലിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തതാണ്.